നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കം ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുമ്പോഴും അമേരിക്ക ഇപ്പോഴും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പണ്ട് മുതലേ അവരുടെ ശത്രുവാണ്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ഇറാനെ സംബന്ധിച്ചുണ്ട്. അമേരിക്ക ആകട്ടെ കൃത്യമായും എവിടെയെങ്കിലും വെച്ച് ഇവരെ അങ്ങ് പിടികൂടുക, ഇവരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ഇസ്രായേൽ വിഷയത്തിൽ ഇറാൻ ഇടപെടൽ ഉണ്ടായപ്പോൾ, അതായത് ഇറാൻ അവരുടെ പ്രോക്സികളെ ഉപയോഗിച്ച് ഹിസ്ബുള്ളയും ഹമാസിനെ എല്ലാം ഉപയോഗിച്ച് ഇസ്രായേൽ ആക്രമിക്കാൻ ശ്രമിച്ച സമയത്ത് തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയും പിന്നീട് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തി അവരുടെ ചില ആണവ നിലയങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. ഫോർദ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾക്ക് വലിയ തോതിലുള്ള കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചകൾ ഒരു വശത്തോടെ പുരോഗമിക്കുമ്പോഴും ഇറാനിൽ നടന്ന ആളുകളുടെ പ്രതിഷേധത്തെ അല്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കുമ്പോഴും ഒക്കെ തന്നെ എപ്പോൾ ആക്രമിക്കുമെന്നുള്ള കാര്യം മാത്രം ട്രംപ് വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കാം എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും അമേരിക്ക വലിയൊരു സൈനിക നീക്കം നടത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ കൈവശമുള്ള ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലാണ് USS ജെറാൾഡ് ഫോർഡ്. ഫോർഡിനെ നമുക്കറിയാം, അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലുകളുടെയൊക്കെ തന്നെ പേരിട്ടിരിക്കുന്നത് അവിടുത്തെ മുൻ പ്രസിഡന്റുമാരുടെ പേരിലാണ്. അങ്ങനെ USS ജെറാൾഡ് ഫോർഡ് ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ഇപ്പോൾ കരീബിയൻ മേഖലയിലാണ് ഈ കപ്പലുള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് ഈ കപ്പൽ യാത്ര ആരംഭിച്ചിട്ടുള്ളത്. ഈ കപ്പലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അസാമാന്യമായ വലുപ്പവും എത്രയോ യുദ്ധവിമാനങ്ങളെയും മറ്റോ വഹിക്കാനുള്ള ശേഷിയുള്ള ഇതേ കപ്പലാണ് വെനിസ്വേലയിൽ അവിടുത്തെ പ്രസിഡന്റ് മഡൂറോയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി അമേരിക്ക ഉപയോഗിച്ചിരുന്നത്. USS ജെറാൾഡ് ഫോർഡിലുള്ള യുദ്ധവിമാനങ്ങളും മറ്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് വെനിസ്വേല ട്രംപ് കീഴടക്കിയത്. അതായത് അവിടുത്തെ ഭരണാധികാരിയെ ഒരു രാത്രി കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് പിടിച്ചു കെട്ടി അമേരിക്കയിൽ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമെന്ന് പറയുന്നത് ഈ കപ്പൽ തന്നെയായിരുന്നു. അതുപോലെ USS ജെറാൾഡ് ഫോർഡ് ഇറാൻ തീരത്തേക്ക് വരുമ്പോൾ പലരും ഇപ്പോഴും സംശയത്തോടെ പറയുന്നത് ഇത് ഖമേനിയെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണോ ട്രംപ് ഈ കപ്പൽ അയച്ചിട്ടുള്ളത് എന്നാണ്. അതിനുള്ള ചില സൂചനകൾ ഇപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ തന്നെ മറ്റ് ചില യുദ്ധക്കപ്പലുകളും ഇതിന് അമ്പടി സേവിച്ച് വരുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് USS G.W. ബുഷ്. അമേരിക്കയിലെ മുൻ പ്രസിഡന്റ് ബുഷിൻ്റെ പേരിലുള്ളതാണ് ഈ കപ്പൽ. ഈ കപ്പലുകളെല്ലാം തന്നെ വിമാനവാഹിനികളാണ്. അതുപോലെ അത്യന്താധുനിക സംവിധാനങ്ങളെല്ലാം ഈ കപ്പലുകൾക്കുണ്ട്. ഈ കപ്പലുകളെല്ലാം തന്നെ ഇറാനെ 4 ഭാഗത്തു നിന്നും വളഞ്ഞു വെച്ചതിന് ശേഷം ആക്രമിക്കുകയോ അതല്ലെങ്കിൽ ഖമേനിയെ പിടിച്ചുകൊണ്ട് പോവുകയോ പിടിച്ചു കെട്ടുകയോ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഖമേനി ആകട്ടെ ഇപ്പോഴും എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം എവിടെയോ ഒളിവിൽ കഴിയാണ്, ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ 1979 ശേഷം നടക്കുന്ന അവരുടെ എയർഫോഴ്സ് ദിനത്തിൽ തൻ്റെ പദവി ഏറ്റെടുത്തതിന് ശേഷം ഒരിക്കൽ പോലും മുടങ്ങാതെ എത്തിയിരുന്ന ഖമേനി ഇത്തവണ എത്തിയതേയില്ല. അതുകൊണ്ട് തന്നെ ഖമേനി എവിടെയാണ് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. ഏതായാലും അമേരിക്കയുടെ ഈ നീക്കത്തെ ഇറാൻ വല്ലാതെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഖമേനി ഇപ്പോഴും ഒളിവിൽ കഴിയുന്നതെന്നാണ് പറയപ്പെടുന്നത്. കാരണം കിട്ടിയാൽ ഖമേനി അവർ തട്ടിക്കൊണ്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അദ്ദേഹം ഒരു മത നേതാവ് കൂടിയാണ് എന്നുള്ളതായിരുന്നു നേരത്തെ അമേരിക്കയെ പിന്നോട്ട് വലിച്ചിരുന്നൊരു പ്രധാന ഘടകമെങ്കിൽ ഇനി അങ്ങോട്ട് അത്തരം ചിന്തകളൊന്നുമില്ലാതെ ഇറാനെ നേരിട്ട് കീഴടക്കി, ഒരുപക്ഷെ ഇറാൻ്റെ എണ്ണ സമ്പത്ത് കൂടി കണ്ടുകൊണ്ടായിരിക്കും അമേരിക്ക ഇത് ചെയ്യുന്നത് നമുക്കറിയാം. പ്രധാനമായും തങ്ങളെ വർഷങ്ങളായി ശത്രുവായി പ്രഖ്യാപിച്ചുള്ള രാജ്യത്തെ പാഠം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അമേരിക്കയുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച ദിവസം ഡൊണാൾഡ് ട്രംപ് ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. ചർച്ചകളൊക്കെ ഒരുവശത്ത് നടക്കുന്നു എന്നുള്ള സത്യമാണ്. ഈ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ അടുത്ത നിമിഷം ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്നാണ്. ഇറാൻ നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഞങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിലുള്ള ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട്, അവയെല്ലാം തന്നെ ഞങ്ങൾ ആക്രമിച്ച് തകർക്കുമെന്നാണ്. പക്ഷേ അമേരിക്കയുടെ സൈനിക ശക്തി വെച്ച് നോക്കുമ്പോൾ ഇറാൻ്റെ സൈനിക ശക്തി ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കാം ഒരുപക്ഷെ അവർ ഇത്തരത്തിലുള്ള ഈ വീരവാദങ്ങളൊക്കെ തന്നെ മുഴക്കുന്നത്. പക്ഷേ ഒരിക്കൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനെ തകർത്ത് തരിപ്പണമാക്കുക അല്ലെങ്കിൽ ഖമേനിയെ വധിക്കുകയോ തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ട്രംപ് എന്തിനാണ് ഇത്രയും ദിവസം ഇനി കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. മാത്രമല്ല ഒരുപക്ഷെ അറബ് ലോകത്ത്, അതായത് ഗൾഫ് രാജ്യങ്ങളുടെ വിരോധം ഇക്കാര്യത്തിൽ തങ്ങൾക്ക് നേരിടേണ്ടി വരുമോ എന്നുള്ള ചെറിയ ആശങ്ക അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കയെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലെ സംരക്ഷണ ചുമതലയുള്ള അമേരിക്കയ്ക്കുമാണ്. എങ്കിൽ പോലും അവർ തമ്മിൽ വേറെ ഒരുപാട് മേഖലയിലുള്ള പരസ്പര സഹകരണവും സാമ്പത്തിക ബന്ധങ്ങളും ഒക്കെ തന്നെ ഒരുപക്ഷെ അതിലൂടെ മോശമാകാൻ സാധ്യതയുണ്ടോ എന്ന് ഒരു സംശയം ഇപ്പോഴും അമേരിക്കൻ സർക്കാരിനുണ്ട്. അതുകൊണ്ട് കൂടിയാണോ ഇത്തരത്തിലുള്ള ഒരു നീക്കം പെട്ടെന്ന് നടത്താത്തത് എന്ന് സംശയിക്കുമ്പോൾ തന്നെ അമേരിക്ക നേരത്തെ നടത്തിയ ആക്രമണങ്ങളൊക്കെ തന്നെ നമ്മൾ ഓർക്കുക. അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. വെനിസ്വേലയിലാണെങ്കിലും ഇറാന് നടത്തിയ ആക്രമണം ആണെങ്കിലും ഒക്കെ തന്നെ
ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ആക്രമിക്കുന്നത് അവരുടെ ഒരു സ്ഥിരം രീതിയാണ്. അതുതന്നെയാണോ ഇവിടെയും ട്രംപ് പരീക്ഷിക്കാൻ പോകുന്നതെന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കാരണം ഈ കപ്പലിൻ്റെ രൂപം കണ്ടാൽ നമ്മൾ ശരിക്കും ഭയന്നു പോകുന്ന രീതിയിലുള്ള ഒരു കടലിളകി വരുന്നത് പോലെയുള്ള അത്രയും പടുകൂറ്റൻ കപ്പലാണ് USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ USS എബ്രഹാം ലിങ്കൺ എന്നവരുടെ ഏറ്റവും വലിയ പടകപ്പലുകളിലൊന്ന്. ഇവയെല്ലാം തന്നെ ഇപ്പോൾ ഈ അറേബ്യൻ തീരത്ത് കേന്ദ്രീകരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഖമേനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടത്തെ സംബന്ധിച്ചവർക്ക് വല്ലാതെ ഭയമുണ്ട്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾക്ക് ധൈര്യമുണ്ട് എന്ന് വരുത്തീർക്കാനുള്ള ചില നാടകങ്ങൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് എന്തോ ഒരു കാര്യം തീരുമാനിച്ച് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ചൊവ്വാഴ്ച അദ്ദേഹം പറഞ്ഞ ചർച്ച പൊളിഞ്ഞാൽ ഞങ്ങളെ ആക്രമിക്കുമെന്നുള്ള കാര്യവും. ഈ ഇത്രയും യുദ്ധക്കപ്പലുകൾ വളരെ വിദൂര സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധക്കപ്പലുകളെല്ലാം വിളിച്ചു വരുത്തി, അതും പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തെ പ്രസിഡൻറ്റിനെ ആക്രമിച്ച അയാളുടെ രാജ്യത്തെ കീഴടക്കി ആ രാജ്യത്തെ പ്രസിഡൻറ്റിനെ തന്നെ ബന്ദിയാക്കി അമേരിക്കയിൽ കൊണ്ടുവരാൻ ഉപയോഗിച്ച അതേ കപ്പൽ, ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ തന്നെ ഈ ഇറാൻ തീരത്തേക്ക് എന്തുകൊണ്ട് ട്രംപ് അയച്ചു എന്നുള്ള ചില ചോദ്യങ്ങളും അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ നാന്ദിയായിരിക്കാം ഒരുപക്ഷെ USS ജെറാൾഡ് ഫോർഡിനെ ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് അയക്കാനെടുത്ത ഈ ഒരു നിർണായകമായ തീരുമാനം.